മാന്യ പ്രേക്ഷകർക്ക് ഇലഞ്ഞൂർ ബ്ലോഗിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് ഹാർദമായ സ്വാഗതം. ഇപ്പോൾ നമ്മൾ നിത്യകല്യാണി എന്ന് പറയുന്ന നമുക്കെല്ലാം സുപരിതമായ ഒരു ചെടി, ഈ ചെടി ചട്ടിയിൽ നട്ട് സംരക്ഷിക്കുന്ന വിധമാണ്. ഈ ചെടി എന്ന് പറയുമ്പോൾ ഇതൊരു പൂച്ചെടി മാത്രമല്ല, ഇത് ഒരു ഔഷധ സസ്യം കൂടിയാണ്. നിത്യകല്യാണി എന്ന് പറയുമ്പോൾ നമുക്കറിയാം, ഇത് എല്ലാ ദിവസവും നിത്യം കല്യാണം എന്ന് വെച്ചാൽ മംഗളകർമ്മമാണ്. അതേപോലെ എല്ലാ ദിവസവും നമുക്ക് നമ്മുടെ ദിവസങ്ങൾ മംഗളമാക്കി തരുന്ന ഒരു ചെടിയാണ്. എന്ന് വെച്ചാൽ ഈ ചെടിയുടെ സന്തോഷം, ഈ ചെടി നിറയെ പൂക്കൾ വിടർന്ന് നിൽക്കുമ്പോൾ കാണുമ്പോൾ നമുക്ക് ലഭിക്കുന്ന സന്തോഷം നമ്മുടെ മനസ്സിനെ മംഗളകരമാക്കും എന്നുള്ളതാണ് എല്ലാം മനസ്സിലാക്കേണ്ടത്. അപ്പോൾ നിത്യകല്യാണി എന്നും കാശി തെറ്റിയെന്നും പാണ്ടി തെറ്റിയെന്നും ഒക്കെ ഇതിന് പേര് വരുന്നുണ്ട്. ശവന്നാറി പച്ച എന്നൊക്കെ നമ്മൾ വിളിക്കുന്നുണ്ട്. ശവക്കോട്ട പച്ച, അങ്ങനെ പല പേരുകളിൽ പല ഭാഗത്തും അറിയപ്പെടുന്നുണ്ട്. ഇത് പലതരത്തിലുള്ള പല നിറത്തിലുള്ള പൂക്കൾ ഉണ്ടാകുന്ന ഈ ചെടിയുണ്ട്. അപ്പോൾ ഇത് വെളുത്ത പൂക്കൾ ഉണ്ടാകുന്ന ചെടിയാണ്. അപ്പം ഈ ഓണക്കാലത്ത് നമുക്ക് പച്ചക്കറികളെ പോലെ തന്നെ നമുക്ക് ഏറ്റവും കൂടുതൽ പ്രധാനപ്പെട്ട ഒരു സംഗതിയാണ് പൂക്കൾ. അപ്പോൾ ഇതേപോലെ ഒരു ചെടിച്ചട്ടിയിൽ നട്ടു വളർത്തുന്ന ഇഷ്ടംപോലെ പൂക്കൾ വിരിയുന്ന രീതിയാണ് ഇപ്പം ഞാൻ ബഹുമാനപ്പെട്ട പ്രേക്ഷകരുമായിട്ട് പങ്കുവയ്ക്കുന്നത്. അപ്പോൾ ഇത് നമ്മുടെ നാട്ടിൽ ധാരാളമായിട്ടുണ്ടാകുന്നതാണ്. അത് ഏത് കാലാവസ്ഥയിലും പൂക്കൾ ഉണ്ടാകുന്ന ചെടി കൂടിയാണ്. അങ്ങനെ ഒരു പ്രത്യേകതയുണ്ട്. ഒരു മൂട് വെച്ച് പരിപാലിച്ചാൽ എന്നും നമുക്ക് പൂക്കൾ കിട്ടും. പൂക്കളെ സ്നേഹിക്കാത്തവരാരുണ്ട്, പൂക്കളെ ഇഷ്ടപ്പെടാത്തവരാരുണ്ട്. ഒപ്പം ഇത് ഈ അടുത്ത സമയത്ത് ഇതിൻ്റെ ഔഷധ ഗുണങ്ങൾ നമ്മൾ തിരിച്ചറിഞ്ഞിട്ടുണ്ട്. ഔഷധ ഗുണങ്ങളെന്ന് പറയുന്നുണ്ടെങ്കിൽ വളരെ ഗുണപ്രദമായ ഔഷധ ഗുണങ്ങളാണ്. ഒന്നെന്ന് പറഞ്ഞാൽ ഈ ചെറു പ്രാണികളൊക്കെ നമ്മുടെ ശരീരത്തിൽ കുത്തുന്നുണ്ടെങ്കിൽ നമുക്ക് അവിടെ നീരും വേദനയും ചൊറിച്ചിലും ഒക്കെ ഉണ്ടാകും. അപ്പോൾ അങ്ങനെ ഉണ്ടാകുന്ന അവസരത്ത് ഇതിൻ്റെ ഇലകൾ അരച്ച് കുഴമ്പ് രൂപത്തിലാക്കി അവിടെ പുരട്ടിയാൽ മതി. ആ നീരും വേദനയും ചൊറിച്ചിലും ആ പ്രാണികൾ കുത്തുന്ന മൂലം ഉണ്ടാകുന്ന എല്ലാ അസ്വസ്ഥതകളും നമുക്ക് മാറിക്കിട്ടും. പിന്നെ മറ്റൊന്നും, നമ്മളെ വളരെയധികം അലട്ടിക്കൊണ്ടിരിക്കുന്ന ക്യാൻസർ എന്ന് പറയുന്ന ഒരു രോഗമുണ്ട്, അർബുദം. ഈ അർബുദത്തെ ചെറുക്കാനുള്ള ഒരു മരുന്ന് ഇതിൽ നിന്നും വേർതിരിച്ചെടുക്കാനുള്ള ഗവേഷണങ്ങൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. വേർതിരിച്ചെടുത്തോ എന്നുള്ളത് എനിക്ക് വ്യക്തമായിട്ട് മനസ്സിലായിട്ടില്ല. പിന്നെ പ്രമേഹം, അതുപോലെ തന്നെ അങ്ങനെയൊക്കെയുള്ള അസുഖങ്ങൾക്ക് ഉള്ള ഫലപ്രദമായ മരുന്ന് ഇതിൽ നിന്നും വേർതിരിച്ചെടുത്തിട്ടുണ്ട്. നമുക്ക് വളരെ എളുപ്പത്തിൽ നട്ടു വളർത്താനും സംരക്ഷിക്കാനും സാധിക്കും. മറ്റ് യാതൊരു തന്നെ ചിലവുകളില്ല. അത് നമുക്ക് ഇത് വളർത്തുന്നതിന് അല്പം വെള്ളം, അതുപോലെ തന്നെ ചെറിയ അളവിൽ ഒരു അല്പം വളവും മാത്രം ഇട്ട് കൊടുത്താൽ മതി. അപ്പോൾ എങ്ങനെയാണ് ഇത് നമുക്ക് ചെടിച്ചട്ടിയിൽ നട്ടു വളർത്തുന്നത് നോക്കാം. അപ്പോൾ ഈ ചെടിച്ചട്ടി ഇവിടെ ഞാൻ എടുത്തിരിക്കുന്ന ഇതേപോലെയുള്ള മണ്ണുകൊണ്ടുള്ള ഒരു ചെടിച്ചട്ടിയാണ്. അപ്പോൾ ഈ മണ്ണുകൊണ്ടുള്ള ചെടിച്ചട്ടിയുടെ പ്രത്യേകത എന്ന് വെച്ചാൽ ഉണക്ക് കൂടുമ്പോൾ, അതായത് കാടിഞ്ഞു പോകുമ്പോൾ, നല്ല ഉഷ്ണാവസ്ഥയിൽ കഠിനമായ വേനൽക്കാല സമയത്തൊക്കെ ഈ മണ്ണുകൊണ്ടുള്ള ചെടിച്ചട്ടിക്ക് തണുപ്പ് പ്രദാനം ചെയ്യാൻ സാധിക്കും. തന്നെയല്ല, ഇതൊക്കെ കുറേ കാലത്തോളം വളർന്നു നിൽക്കുന്ന ചെടിയാണ്, എന്നും പൂക്കൾ ഉണ്ടാകുന്നതാണ്. അതുകൊണ്ട് തന്നെ മണ്ണുകൊണ്ടുള്ള പൂച്ചട്ടികളാണ് നമുക്ക് ആവശ്യം എന്ന് പറഞ്ഞത്. അപ്പോൾ ഇതിനകത്ത് ഞാൻ എന്നും പറയാറുള്ളത് പോലെ തന്നെ ഇതിൻ്റെ ദ്വാരം, നമ്മൾ ഒഴിച്ചു കൊടുക്കുന്ന വെള്ളം വെളിയിൽ പോകുന്നതിന് വേണ്ടി ഇതിനൊരു ദ്വാരമുണ്ട്. ഈ ദ്വാരം അടയാതിരിക്കാൻ വേണ്ടി ഒരു ഓട്ട് കഷ്ണമാണ് ഞാനിവിടെ വെച്ച് കൊടുക്കുന്നത്. ഓട്ട് കഷ്ണം വെച്ച് കൊടുക്കുകയാണ്. അങ്ങനെ വെച്ച് കൊടുക്കുന്നുണ്ടെങ്കിൽ ഇതിൻ്റെ ദ്വാരം അടഞ്ഞു പോകത്തില്ല. ഇല്ലെങ്കിൽ ദ്വാരം അടഞ്ഞു പോവുകയും നമ്മൾ ഒഴിച്ചു കൊടുക്കുന്ന വെള്ളം അവിടെ കെട്ടിയിരുന്ന് ദുർഗന്ധം ഉണ്ടാവുകയും ചെയ്യും. പിന്നെ നമ്മൾ വളരെ കുറച്ച് വെള്ളം മാത്രം ഒഴിച്ചു കൊടുത്താൽ മതി. ചട്ടിയിലും ഡ്രമ്മിലും ചാക്കിലും ഒക്കെ വളർത്തുന്ന സസ്യങ്ങൾക്ക് വളരെ കുറച്ച് വെള്ളം മാത്രം ഒഴിച്ചു കൊടുത്താൽ മതി. അപ്പോൾ അങ്ങനെ നമ്മൾ ആ ദ്വാരം നല്ല രീതിയിൽ ആക്കിയതിന് ശേഷം ഇത് തൊണ്ടിൻ്റെ കഷ്ണങ്ങളാണ്, അഴുകിയ തൊണ്ടിൻ്റെ കഷ്ണങ്ങൾ നമ്മൾ കുറച്ചിട്ട് കൊടുക്കും. എന്തിനാണെന്ന് വെച്ചാൽ ഈർപ്പം നിലനിർത്തുന്നതിനും ഒക്കെയാണ് നമ്മൾ അത് ഇട്ട് കൊടുക്കുന്നത്. തന്നെ ഇതിൻ്റെ വേരോട്ടം സുഖമാക്കുന്നതിനും അതുപോലെ നമ്മൾ ഇട്ട് കൊടുക്കുന്ന മണ്ണ് കട്ടിയാവാതിരിക്കാനും ഒക്കെ നമ്മൾ കുറച്ച് തൊണ്ടിൻ്റെ കഷ്ണങ്ങൾ ഇട്ട് കൊടുക്കുകയാണ്. തൊണ്ടിൻ്റെ കഷ്ണങ്ങൾ നമ്മൾ ഇട്ട് കൊടുത്തു. ഇനി കുറച്ച് കരിയില, ഒരു അല്പം കരിയിലയും കൂടെ ഇതിൻ്റെ മുകളിൽ നമ്മൾ ഇട്ട് കൊടുത്തു. കുറച്ച് കരിയില ഇട്ടാൽ മതി. ഇത് അഴുകിയ കരിയിലയാണ് ഞാനിവിടെ ഇട്ട് കൊടുത്തു. ഇനിയും കുറച്ച് മണ്ണ്, കുറച്ച് സാധാ മണ്ണ് നമ്മൾ ഇട്ട് കൊടുത്തു. കുറച്ച് മണ്ണ് ഇട്ട് കൊടുത്താൽ മതി. കുറച്ച് മണ്ണ് ഇട്ട് കൊടുത്തു. ഇനി നമുക്ക് ചെയ്യേണ്ട ഒരു കാര്യം എന്ന് വെച്ചാൽ, ഇത് നമ്മൾ ചട്ടിയിലാണ് വളർത്തുന്നത്. ചട്ടിയിൽ വളർത്തുന്നുണ്ടെങ്കിൽ ഇതിൻ്റെ വേരുകൾ ഈ ചട്ടിക്കകത്ത് മാത്രമേ നിൽക്കത്തുള്ളൂ. അതുകൊണ്ട് തന്നെ ഇതിന് വളർച്ചയ്ക്ക് ആവശ്യമായ അല്പം വളം നമ്മൾ ഇട്ട് കൊടുക്കണം. അതുകൊണ്ട് തന്നെ നമ്മളിവിടെ എടുത്തിരിക്കുന്നത് കുറച്ച് എല്ലുപൊടിയാണ്. കുറച്ച് എല്ലുപൊടിയും അതുപോലെ തന്നെ കുറച്ച് ചാരം എന്ന് വെച്ചാൽ നമ്മുടെ അടുക്കളയിൽ നിന്ന് കിട്ടുന്ന വെണ്ണീറിനാണ് നമ്മൾ ചാരം എന്ന് പറയുന്നത്. അപ്പോൾ ഇത് രണ്ടും കൂടെ ഈ ചട്ടിയിലിരിക്കുന്ന മണ്ണിനകത്തിട്ട് നമ്മളൊന്ന് ഇളക്കി യോജിപ്പിക്കുകയാണ്.
ഇളക്കി യോജിപ്പിച്ചു. ഇനി ഈ ചെടി നമ്മൾ എടുത്ത് ഇതിനകത്തോട്ട് വെച്ച് കൊടുത്തിട്ട് ഈ മണ്ണ് ഇതിലിടുകയാണ്. ഇപ്പോൾ ആവശ്യത്തിനുള്ള മണ്ണൊക്കെ നമ്മൾ ഇട്ട് കഴിഞ്ഞു. ഇനി നമ്മൾ ചെയ്യുന്നത് ഈ മണ്ണ് മണ്ണിൽ ഈർപ്പം നിലനിർത്തണം. ഈ മണ്ണിൽ ഈർപ്പം നിലനിർത്തണം. അതിനുവേണ്ടി കുറച്ച് കരിയില ഇത് ഈ മണ്ണിൻ്റെ മുകളിലായിട്ട് ചട്ടിക്കുള്ളിലായിട്ട് നമ്മൾ ഇട്ട് കൊടുക്കുകയാണ്, ഈർപ്പം നിലനിർത്താനും. ഒപ്പം ഈ കരിയില അഴുകി അത് വളമായി മാറുകയും ചെയ്യും. 2 ഗുണങ്ങളാണ് കരിയില ഇടുന്നുള്ളൂ ഉള്ളത്. പിന്നെ ഈ നമ്മൾ ഇട്ട് കൊടുത്ത ഈ മണ്ണ് കട്ടിയാവാതെ ഇരിക്കാനും ഈ കരിയില അല്ലെങ്കിൽ ഈ ഇലകൾ ഒരു പരിധി വരെ നമുക്ക് സാധിക്കും. കരിയില എന്ന് പറയുമ്പോൾ വൃക്ഷങ്ങളുടെ ശിഖരങ്ങൾ നമ്മൾ വെട്ടിയിടുക, അതല്ലെങ്കിൽ അതിന് ചുവട്ടിൽ പൊഴിഞ്ഞു കിടക്കുന്ന ആ ഇല, അതാണ് കരിയില എന്ന് പറയുന്നത്. ഇപ്പോൾ ഇത്രയും ചെയ്താൽ മതി. ഇത് ഓണം സമയമാകുമ്പോഴത്തേന് ഇത് നിറയെ പൂക്കളുണ്ടാകും. തന്നെയല്ല, ഇത് ശാഖ ഉപശാഖകളായിട്ട് ധാരാളം പൂക്കൾ ഉണ്ടാകുന്ന ഒരവസ്ഥയിലേക്ക് എത്തും. അപ്പോൾ ഇതിൻ്റെ നടികളെന്ന് പറഞ്ഞാൽ ഇതിലിപ്പോൾ തന്നെ കായ്കൾ ഉണ്ടായിട്ടുണ്ട്. ഈ കായ്കൾ നമുക്ക് കാണാൻ സാധിക്കും. ഈ കായ്കൾ പാകമാവുന്നുണ്ടേ ചെറിയ വിത്തുകൾ, കറുപ്പ് നിറത്തിലുള്ള ചെറിയ വിത്തുകൾ കാണും. ഈ വിത്തുകൾ നമുക്ക് മുളപ്പിച്ച് പുതിയ സസ്യങ്ങൾ ഉണ്ടാക്കാം. എന്ന് മാത്രമല്ല, ഈ കമ്പ് മുറിച്ച് നട്ട്, ഈ കമ്പ് നമുക്ക് മുറിക്കാൻ പറ്റും. ഈ കമ്പ് മുറിച്ച് നട്ട് നമുക്ക് പുതിയ സസ്യങ്ങൾ ഉണ്ടാക്കാം. അപ്പോൾ ഇത്തരത്തിൽ മനോഹരമായ ഒരു പൂച്ചെടിയായിട്ടും ഔഷധ സസ്യമായിട്ടും ഉപയോഗിക്കാൻ പറ്റുന്ന ഒരു ചെടിയാണ് നിത്യകല്യാണി എന്ന് നമ്മൾ അറിയപ്പെടുന്ന ഈ ചെടി. അപ്പോൾ ഇത് വളരെ നല്ലൊരു ചെടിയാണ്. കഴിയുമെങ്കിൽ ഒരു മൂട് വെച്ച് പിടിപ്പിക്കുന്നത് നല്ലതാണ്. ഇതിൻ്റെ ഏറ്റവും വലിയൊരു ഗുണമെന്ന് വെച്ചാൽ ഇതൊക്കെ ഔഷധ ഗുണമുള്ളതായതുകൊണ്ട് ഇതിൻ്റെ കാറ്റ് ഏൽക്കുന്നുണ്ട്, ഇതുമായിട്ടുള്ള സമ്പർക്കം ചെയ്യുന്നത് തന്നെ ചെറിയ ഒരു ഔഷധ ഗുണങ്ങൾ നമുക്ക് ലഭിക്കുമാകും എന്നുള്ളതും സത്യമാണ്. അപ്പോൾ പ്രിയപ്പെട്ട പ്രേക്ഷകരെ, ഇത്തരത്തിലുള്ള അറിവുകൾ ശേഖരിക്കാനും ഇത്തരത്തിലുള്ള ഔഷധ സസ്യങ്ങളെപ്പറ്റിയും ചെടികളെപ്പറ്റിയും നമ്മുടെ കൃഷികളെപ്പറ്റിയൊക്കെ ഉള്ള രീതികൾ കാണാനും മനസ്സിലാക്കാനും ഒക്കെ നിങ്ങൾക്ക് താല്പര്യമുണ്ടെങ്കിൽ, അതുപോലെ തന്നെ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ദയവായി ആദ്യമായിട്ടാണ് ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ കാണുന്നതെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. നാളിതുവരെ പൂർണ്ണമായ പിന്തുണയും സഹായ സഹകരണങ്ങൾ നൽകിക്കൊണ്ടിരിക്കുന്ന എല്ലാ മാന്യപ്രേക്ഷകർക്കും ഹൃദ്യമായ നന്ദി അറിയിക്കുന്നു. എല്ലാവർക്കും നന്ദി, നമസ്കാരം.